മനുഷ്യൻ ഭൂമിയിലുണ്ടായ കാലം മുതൽ തന്നെ ഭൂമിയിൽ ഒരുപാട് പ്രകൃതി പ്രതിഭാസങ്ങൾ സംഭവിക്കാറുണ്ട്. അത് ലാൻഡ് സ്ലൈഡ് ആയിട്ട്, ഉരുൾപൊട്ടലായിട്ട് സംഭവിക്കാറുണ്ട്, സുനാമി ആയിട്ട് സംഭവിക്കാറുണ്ട്, അല്ലെങ്കിൽ ശിലാഫലകങ്ങളെ മൂവ്മെൻറ്റ്സ് സംഭവിക്കാറുണ്ട്. പക്ഷേ ഇതൊന്നും അത് നമ്മൾ ഇന്ന് പറയുന്ന രീതിയിലേക്ക് അതൊരു ദുരന്തമായി മാറുന്നത് മനുഷ്യനെ ബാധിക്കുമ്പോഴാണ്. ഇപ്പോൾ ഭൂമിയുടെ പല സ്ഥലങ്ങളിലായിട്ട് മനുഷ്യവാസമില്ലാത്ത കാടുകളിലും മറ്റു പല ഏരിയകളിലൊക്കെ ഇത്തരത്തിലുള്ള ലാൻഡ് സ്ലൈഡ് സംഭവിക്കാറുണ്ട്. അതുപോലെ തന്നെ വലിയ വെള്ളപ്പൊക്കങ്ങൾ സംഭവിക്കാറുണ്ട്. അതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ലാതെ മാറുമ്പോൾ അതെങ്ങനെയാണ്? അത് മനുഷ്യനെ ബാധിക്കുന്നില്ല. അപ്പോൾ മനുഷ്യ ജീവന് ഒരു ഭീഷണിയാവുന്ന സന്ദർഭത്തിലാണ് ഇതൊക്കെ പ്രകൃതി ദുരന്തമായി മാറുന്നത്. ഭൂമിയിലെ പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള പ്രതിഭാസങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഒരു ലാൻഡ് സ്ലൈഡിങ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഉരുൾപൊട്ടൽ സംഭവിക്കുന്നത് എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ശരിക്കും നമുക്കറിയാം, ഇത്തരത്തിലുള്ള ഒരു ചെരിഞ്ഞ പ്രദേശങ്ങളിലാണ് ഇത്തരത്തിലുള്ള ഉരുൾപൊട്ടൽ അല്ലെങ്കിൽ ലാൻഡ് സ്ലൈഡ് സംഭവിക്കാനുള്ള സാധ്യത ഏറ്റവും കൂടുതൽ. നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് നമുക്കറിയാം, നമ്മുടെ ഷിരൂരിൽ സംഭവിച്ച വിഷയം നമ്മൾ ദിനംപ്രതി കഴിഞ്ഞ ഒരു 1-2 വീക്സായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന സംഭവം അല്ലേ. അതും ഇത്തരത്തിലുള്ള ഒരു ചെരിഞ്ഞ പ്രദേശത്ത് തന്നെ സംഭവിച്ച ഒരു മണ്ണിടിച്ചിലാണ് അല്ലേ. അപ്പോൾ ശരിക്കും ഈ മഴവെള്ളം വലിയ രീതിയിൽ ഭൂമിയിലേക്ക് അല്ലെങ്കിൽ ഈ മലമുകളിലേക്ക് വന്ന് പതിക്കുകയും അതൊക്കെ നമുക്കറിയാം ഭൂമിയുടെ അടിയിലേക്ക് പോകുന്നു. അത് ഈ ഭൂമിയുടെ അടിയിൽ ഏകദേശം ഈ ഒരു ഭാഗങ്ങളായിട്ട് ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു ചെരിഞ്ഞുള്ള പ്രദേശത്തേക്കുള്ള വെള്ളം നന്നായി കിനിഞ്ഞിറങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യും? വെള്ളത്തിൻ്റെ ഒരു വലിയ സംഭരണിയായിട്ട് ഈ ചെരുവുകൾ മാറുക ചെയ്യും അല്ലേ. അപ്പോൾ വലിയ രീതിയിൽ വെള്ളം ഈ കാണുന്ന രീതിയിൽ വെള്ളം ഇങ്ങനെ ഈ ഭാഗങ്ങളിലൊക്കെ വെള്ളം സ്റ്റോർ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം വെള്ളത്തിൻ്റെ പ്രഷർ നമുക്ക് വലിയൊരു ജലബോംബ് തന്നെയാണ് ജലം എന്ന് പറഞ്ഞാൽ. നമ്മൾ പലപ്പോഴും ഡാമുകളിലൊക്കെ വലിയ പ്രശ്നങ്ങൾ വരും, നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. വെള്ളത്തിൻ്റെ പ്രഷർ അത് വലിയ രീതിയിലുള്ള പ്രഷറാണ്. അപ്പോൾ ഈ പ്രഷർ കൂടുന്ന സമയത്ത് ഇപ്പോൾ ഇവിടെയുള്ള ഏരിയകളൊക്കെ ഓൾറെഡി മഴ നനഞ്ഞ് ചെളിയായി മാറിയിട്ടുണ്ടാവും ഈ ഭാഗത്തെ മണ്ണുകളൊക്കെ. അപ്പോൾ ആ ചെളിയാകുമ്പോൾ നമുക്കറിയാം അതിൻ്റെ ഉറപ്പ് കുറയല്ലേ ചെയ്യുക അല്ലേ, മണ്ണിൻ്റെ ഉറപ്പ് കുറയും. ആ ചെളിയും ഈ ഒരു വെള്ളത്തിൻ്റെ പ്രഷറും കൂടി വരുന്ന സമയത്താണ് പലപ്പോഴും എന്ത് ചെയ്യാറുള്ളത്, ഈ ഭൂമിയുടെ ഉള്ളിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം പുറത്തേക്ക് പോകുമ്പോൾ അതിൻ്റെ കൂടെ എന്ത് ചെയ്യും? ആ ഭാഗത്തെ കനം കുറഞ്ഞ അല്ലെങ്കിൽ ചെളിയായി മാറിയ മണ്ണും അതിൻ്റെ കൂടെ താഴോട്ട് പോകും. ആ താഴോട്ട് പോകുന്ന പ്രതിഭാസമാണ് എന്തായി മാറുന്നത്? ഉരുൾപൊട്ടലുകളായിട്ട് മാറുന്നത്. നമ്മൾ പലപ്പോഴും മഴ ഇപ്പോൾ കോഴിക്കോടും അതുപോലെ തന്നെ വയനാടൊക്കെ നടന്ന പല ഉരുൾപൊട്ടലുകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഉരുൾപൊട്ടുന്ന സമയത്താണ് വലിയ രീതിയിൽ ജലനിരപ്പ് ഉയരുക പുഴയിലൊക്കെ. കാരണം അത്രയും വലിയൊരു അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ വലിയൊരു സംഭരണി അങ്ങ് പൊട്ടി ഒഴുകുകയാണ് ശരിക്കും അവിടെ മലമുകളിൽ നിന്ന് അല്ലേ. അപ്പോൾ അതാണ് ശരിക്കും ഈ ഒരു രീതിയിലാണ് ഉരുൾപൊട്ടലുകൾ അല്ലെങ്കിൽ ലാൻഡ് സ്ലൈഡുകൾ സംഭവിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രദേശങ്ങളിലെ ആളുകളെ മാറ്റിപ്പാർപ്പിക്കുക എന്നത് തന്നെയാണ് ഇതിനുള്ള സൊല്യൂഷൻ എന്ന്. കാരണം ഒരിക്കലും നമുക്ക് പ്രകൃതിയെ നമുക്ക് പിടിച്ചു നിർത്താൻ സാധിക്കില്ല എന്നത് യാഥാർത്ഥ്യം തന്നെ. ഒരിക്കലും നമുക്ക് ഇതിനെ പിടിച്ചു നിർത്താൻ സാധിക്കില്ല. നമുക്ക് ഇതിനെ അല്ലെങ്കിൽ വരാൻ സാധ്യതയെ നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് അത്തരം സ്ഥലങ്ങളിൽ നിന്ന് മനുഷ്യനെ മാറ്റിപ്പാർപ്പിക്കുക അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രിക്കോഷൻസാണ് നമുക്ക് ഈ ഒരു സന്ദർഭത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുക, എടുക്കാൻ വേണ്ടി സാധിക്കുന്ന കാര്യങ്ങൾ. പോലെ പലപ്പോഴും ഈ മഴക്കാലം വരുമ്പോൾ വലിയ ഭീതിയാണ് അല്ലെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളുടെ തുടർന്നുള്ള നമ്മുടെ എക്സ്പീരിയൻസ് നമ്മളിലേക്ക് എത്തിക്കുന്നത് അല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള വിഷയങ്ങളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ. എന്തെങ്കിലും ഈ ഇത്തരത്തിലുള്ള പ്രദേശങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും മുൻകൂട്ടി ഗവൺമെൻറ് സംവിധാനങ്ങൾ വിവരങ്ങൾ നൽകുമ്പോൾ എത്രയും പെട്ടെന്നുള്ള ആളുകൾ അവിടെ നിന്ന് മാറ്റി പാർപ്പിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുക തന്നെയാണ് ശരിക്കും ഇതിൻ്റെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരു ലൈക്കും തരാം. താങ്ക് യു.